ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരന്മാർ, എവർക്കും ക്രിസ്തു സ്നേഹവന്ദനം. നിങ്ങളേവരെയും ജീവിക്കുന്ന ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. പൂർണ്ണഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളും കർത്താവിന് കീഴ്പ്പെടുവിൻ, അവൻ നിന്റെ പാത നേരെയാക്കും. പ്രിയരെ, ജീവിതം പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആരോഗ്യവും ധനവും നല്ല ജോലിയും ഉണ്ടായിരിക്കുമ്പോൾ എല്ലാം അനുകൂലമെന്ന് നാം കരുതുന്നു. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എല്ലാം പ്രതികൂലമെന്ന് നാം ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ ഈ സദൃശവാക്യങ്ങളിലൂടെ ശലോമോൻ നമ്മോട് പറയുന്നു, ഇതിലൊന്നും ആശ്രയിക്കാതെ, ഹല്ലേലൂയ, സമ്പത്തിലോ ധനത്തിലോ ആരോഗ്യത്തിലോ ഒന്നിലും ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കുവാനും അവിടുത്തെ മേൽ വിശ്വാസം അർപ്പിക്കുവാനും ശലോമോൻ നമ്മൾ ആവശ്യപ്പെടുന്നു. കർത്താവിൽ വിശ്വസിക്കുക എന്നാൽ നമ്മുടെ ഉത്കണ്ഠകളും ഭയവും പദ്ധതികളും കർത്താവിൽ സമർപ്പിക്കുക എന്നാണ്. നാം നമ്മുടെ ഭയം, നമ്മുടെ ഉത്കണ്ഠ, നമ്മുടെ പദ്ധതിയിൽ കർത്താവിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ഏതൊരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം ഉൾക്കണ്ടയും നമ്മുടെ മനസ്സിൽ നിന്ന് കടന്നുപോകും. തിരിച്ച് പ്രകാശമായി, ധൈര്യമായി, ഉണർവായി കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയം വാസിക്കുന്നു. നാം തുടങ്ങാൻ പോകുന്ന പദ്ധതികൾ വിജയമായി തീരുന്നു. എങ്ങനെ തുടങ്ങണമെന്ന് അവൻ നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് വിശ്വാസം അർപ്പിക്കുവാൻ ശലോമോൻ നമ്മോട് പറയുന്നു. ഒപ്പം അനുസരിക്കുവാനും. കർത്താവിനെ അനുസരിക്കുക എന്നാൽ അവനെ അനുസരിക്കുക, അവന്റെ വചനം അനുസരിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ, അവനിൽ വിശ്വസിക്കുക. ബിയിലൂടെയും നാം കർത്താവിനെ അനുസരിക്കണമെന്നും ശലോമോൻ നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ അനുസരിക്കുന്നതിലൂടെ സ്വർഗം സന്തോഷിക്കുന്നു, ദൈവം സന്തോഷിക്കുന്നു. അവൻ നമ്മുടെ കൂടെ നടക്കുന്നു, നമ്മെ വഴി നടത്തുന്നു. അങ്ങനെ അവൻ നമ്മെ വഴി നടത്തുന്നതിലൂടെ നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞ് തെന്നി വീഴാതെ, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുകയും കർത്താവിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും കർത്താവിനെ മുൻനിർത്തി തുടങ്ങുവാൻ നമുക്ക് സാധിക്കണം. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ആദ്യം പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ കർത്താവിനെ തള്ളിപ്പറയാതെ, നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറയാതെ കർത്താവിന് ഉറച്ചു നിന്നുകൊണ്ട് ആ കാര്യങ്ങളുടെ അവസാനം കാണുന്നവരെ ക്ഷമയോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും ആ കാര്യങ്ങളുടെ അവസാനം നമുക്ക് അനുകൂലമായിരിക്കും. ആകയാൽ കണ്ടടയ്ക്കാൻ പറയും, കർത്താവേ, അവർ നൽകി നല്ല വചനത്തെ സ്തോത്രം അപ്പ. സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കാതെ